ഈ ബൈബിളിൻ്റെ തലക്കെട്ട് തന്നെ നോക്കിയേ, ദൈവത്തിൻ്റെ വാഗ്ദാനം. ഈ ഒരു വചനം ഹെബ്രായർ 6 അപ്പോൾ ഈ ഹെബ്രായർ 6 ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനവും ഇത് വായിക്കുന്നതിലൂടെ, ഈ ഒരു വചനം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും മാറത്തില്ല. അതിപ്പം ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞാലും ഒരിക്കലും ദൈവത്തിൻ്റെ വാഗ്ദാനം മാറത്തില്ല. ഞാനിത് ഫുള്ള് വായിക്കുന്നില്ല, എങ്കിലും ഇന്ന് കിട്ടിയ വചനത്തിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് പോലെ പറയുന്നു. നമുക്കിപ്പോൾ എന്ത് തന്നെ വാഗ്ദാനങ്ങൾ നമ്മളോട് ദൈവം നമ്മുടെ വചനത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ ഒരു ആഴമായ സ്നേഹമാണ് നമുക്ക് ബലിയിലൂടെ നമുക്ക് ദർശിക്കാൻ പറ്റുന്ന. തൻ്റെ ശരീരം തന്നെ സ്വയം മുറിഞ്ഞ് അനേകർക്ക് അത് രക്ഷയ്ക്ക് കാരണമായി. നമുക്കറിയാം, ക്രൂശിൽ കിടന്നപ്പം പോലും തൻ്റെ മാർവിലെ കുന്തം കൊണ്ട് പിളർന്ന ഒരു പടയാളിക്ക് കാഴ്ച കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യവും ആ ഒരു സമയത്ത് സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് കർത്താവ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ മിക്കവാറും പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നമുക്കറിയാം തിരശ്ശീല നടുവേ കീറിപ്പോകുന്നു. ആ തിരശ്ശീല നടുവേ കീറിപ്പോകുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ. അല്ലെങ്കിൽ പണ്ടൊക്കെ അവിടെ പുരോഹിതന്മാർ മാത്രമേ ബലിവേദിയിൽ കയറി ബലി അർപ്പിക്കത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ സെലക്റ്റഡ് ആയിട്ടുള്ള പുരോഹിതന്മാർക്ക് മാത്രം. അന്നേരം ഇപ്പോൾ ഒരു സെപ്പറേഷനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. കർട്ടൻ്റെ അകത്ത് വേറെ ആർക്കും അത് കാണാനൊക്കത്തില്ല. പക്ഷേ ആ കർട്ടൻ കീറിയതോടുകൂടി എന്താണെന്നറിയാം, അവിടെ എൻ്റെ ഒരു വ്യൂ ആണത്. കർട്ടൻ കീറുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ദൈവവും മനുഷ്യനുമായിട്ട് അടുത്ത് ഒന്നുകൂടി അടുത്തേക്ക് ഇറങ്ങി വന്നതുപോലും തന്നെ ബലിവേദിയിലെ കാർമ്മികരും അതുപോലെ തന്നെ സമൂഹവും കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് അതൊരു ബലിയാകുന്നത്. അപ്പോൾ ആ ബലിപീഠത്തിൽ നമ്മൾ കാഴ്ചവസ്തുക്കളായിട്ട് നമ്മുടെ സന്തോഷങ്ങളാകാം, സങ്കടങ്ങളാകാം, എന്ത് തന്നെയാണേലും അത് കർത്താവിന് സന്തോഷത്തോടെ, അല്ലെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ പക്കൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം നമുക്കുണ്ടാകുന്ന മനഃശാന്തി ഉണ്ടല്ലോ, അതും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യം നടന്നിട്ടുണ്ടോ അതെല്ലാം തമ്പുരാൻ അറിയാം. തമ്പുരാൻ അറിയാത്തതായിട്ടൊന്നുമില്ല. തമ്പുരാൻ്റെ അറിവോടുകൂടിയാണ് നമ്മുടെ തലയിൽ ഒരു തലമുടി നാര് പോലും പൊഴിയുന്നത്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാനിന്ന് ബൈബിൾ ചുമ്മാ ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ, ചുമ്മാതല്ല, മിക്കവാറും ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പം എന്തെങ്കിലും സെലക്റ്റഡ് ആയിട്ടുള്ള പേജായിരിക്കും ചിലപ്പം വായിക്കുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയൊക്കെ. അപ്പം ഞാൻ ഇന്ന് ചുമ്മാ ഒന്ന് വെറുതെ, അതായത് ഒരു സെലക്ഷനും കൂടാതെ പുതിയ നിയമത്തിലെ ഇന്ന ഭാഗം വായിക്കുമെന്നോ അങ്ങനെയൊന്നും കരുതാതെ ചുമ്മാ പൊട്ടിച്ച് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നുള്ള ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയത്. ആ ഭാഗത്തെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വീഡിയോ സഹിതം ഒന്ന് എടുത്തത്.